ഹായ് ഗായ്സ്, ഹലോ ഗായ്സ്, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ ട്രിപ്പ് വന്നതാണ്. കോളേജിൽ നിന്ന് ഷോർട്ട് ട്രിപ്പാണ്. ഇപ്പം നമ്മളുള്ളത് ഷൂട്ടിംഗ് പോയിന്റിലാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഊട്ടി എത്തി. ഊട്ടിയിലിപ്പം ഇതാണ് ഒരു കുന്നിൻ്റെ മേലെ. അപർണ എപ്പോഴും വരും, സ്ഥിരമായിട്ട് ഊട്ടിയിലാണ് ഉണ്ടാവാറ് എന്നാ പറഞ്ഞത്. എന്താ സുഖം എന്നറിയാം, കാറ്റ്, നല്ല കുളിർമേറിയ കാറ്റ്, ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളെ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല ഹോട്ടും ആണ്. പക്ഷേ വി ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ക്ലാസ്സിലെ ഒരു അലവലാതിയാണ് നിൽക്കുന്നത്. പാവാണ്, മഞ്ജുവിന്റെ പെണ്ണാണത്. പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി കോളേജിൽ നമുക്ക് 2 ട്രിപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ലോങ് ട്രിപ്പും ഒന്ന് ഷോർട്ട് ട്രിപ്പും. സോ ലോങ് ട്രിപ്പ് വാസ് ടു വേർ മണാലി ആയിരുന്നു. കുളു മണാലി ആൻഡ് അമൃത്സറൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻസ് കാരണം ലോങ് ട്രിപ്പ് പോകാൻ പറ്റിയില്ല. അതിന് പകരം നമുക്ക് 2 ഷോർട്ട് ട്രിപ്സ് പോകണം. സോ ഒരു സ്ഥലമാണ് ഊട്ടി, പിന്നെ നമ്മൾ ഒരു ട്രിപ്പും കൂടി പോകുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഡേ 1. ഡേ 1 ഇസ് അറ്റ് ഊട്ടി. അപ്പൊ ഇന്നൊരു ഹോൾ ഡേ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോവും. ഫസ്റ്റത്തെ സ്ഥലമാണ് നമ്മൾ ഈ ഷൂട്ടിംഗ് പോയിന്റ്. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നേ അല്ലേ? റിയലി ഇവിടെ ഒരുപാട് നല്ല തമിഴ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കിലുക്കമൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, യുനോ കാണാൻ നല്ല രസമുണ്ട് ഈ സ്ഥലം. എന്തായാലും ഐ റിയലി ലൈക്ക് ദ വെദർ. കൊള്ളാം ഗൈസ്, ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റ്. ദേവപ്രിയ വെയിലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഷോളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഞാനൊരു ഹാറ്റ് ഒന്നും എടുക്കാം. മഞ്ജുന്റെ പെണ്ണ് വന്നല്ലോ, ഓടി വന്നതാ, വിറ്റിന് വേണ്ടില്ല ഓടിയതാ. ഇത്രയും ഡെഡിക്കേഷനും പാഷനും ഉള്ള ഒരു കുട്ടീനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇവരെല്ലാരും ഹാറ്റും ഷോളും അംബ്രല്ലയൊക്കെ എടുത്തു. പക്ഷെ ഞാൻ എടുത്തു, കൊടയൊക്കെ എടുത്തു. പക്ഷെ ഞാൻ മറന്നു ഏതാണ്. ദേവപ്രിയ അങ്ങനെ എന്റെ സങ്കടം കണ്ട് എനിക്ക് ഷോൾ പകർന്നു തന്നു ഗൈസ്. അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് പോവാണ്. ഹലോ ഗൈസ്, അൻസ. ആർ യു എൻജോയിങ് ദ ട്രിപ്പ്? നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, പക്ഷെ ഫുൾ കുതിരച്ചാണകാണ്. പക്ഷെ ഇവിടെ ഏതൊക്കെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ഫോട്ടോസ് ഒക്കെ, അതെ, കുറെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, എൻജോയ് ചെയ്തു. യെസ് ഗൈസ്. ഗൈസ് നല്ല തണുപ്പത്ത് നല്ല വെയിലുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ വെയിലൊന്നും അറിയില്ല എന്ന് പറയുന്നേക്കാം. പക്ഷേ നല്ല ടാൻഡ് ആവുന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ ഹീര? നല്ല ടാൻഡ് ആവുമെന്ന് പറയുന്നു. നല്ല തണുപ്പത്ത് നമ്മൾ വെയിൽ അറിയാണ്ട് പോകുമ്പോ നമ്മുടെ വയനാട്ടിൽ എങ്ങനെയാ? പൂച്ചക്കുട്ടി I need this Falcon. I like this. I like this kind of. You need this Falcon, Adi Mubashira? No. Why? I think this is not good for polishing. Yeah. The polishing is very bad. You don't like it? Yeah, I liked it. It's a game. Oh. We need to. Yeah. Herbal and sustainable. വന്നപ്പോ തന്നെ പേടിപ്പിച്ച്. Look at the price, Vidya. Only 10 rupees. പക്ഷെ ഇതെനിക്കൊരു വിശ്വാസമില്ല കഴിക്കാൻ. അത് നോക്കുമ്പോ പക്ഷെ മോളെ മാന്തോ ഇഷ്ടപ്പെട്ടോ? ക്യൂട്ടാണ്. ഗസ് ദ പ്രൈസ് ഗൈസ്. ഇതിന് എത്ര ഉണ്ടാവും ഹീര? 1000 or 750. 1200. ഇതെനിക്ക് ഇഷ്ടാട്ടോ. അത് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. കുരങ്ങനൊന്നും ചെയ്യില്ല. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാ ഹീര? പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് ഇസ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ്.
റിച്ചിനെ കാണുക ഗൈസ്. റിച്ചിനെ കണ്ടോ? റിച്ചനെ ഗൈസ് റിച്ചനെ കാണിച്ചരാട്ടോ. റിച്ച് എന്താ അവിടെ ഇരിക്കുന്നേ? ഞാൻ ഹൃദയനെ കാത്തിക്ക കാട്ടില്. റിച്ചക്ക് തിരിച്ചു വരണ്ടേ? അടുത്ത ഡെസ്റ്റിനേഷൻ പോണ്ടേ? അവിടെ എങ്ങനെ നിന്നാലോ? റിച്ച, ഇതാണ് ഞങ്ങളെ ടീച്ചേഴ്സ്. ഇത് ബിനി മാം, ഇത് ഐറിൻ മാം, ആൻഡ് ഇത് ഫ്രെനി മാം. ഹായ് പറ. അങ്ങനെ നമ്മളിപ്പോ എത്തിയത് പൈൻ ഫോറസ്റ്റിലാണ്. പൈൻ ഫോറസ്റ്റിലെത്തി. ഇവിടെ വരുമ്പോ എനിക്ക് ആകെ ഓർമ്മ വരുന്നത് എന്താ അറിയോ? അത് കണ്ടോ നിങ്ങള്? അത് കണ്ടോ നിങ്ങൾ? ക്യാപ്ചർഡ് ഇൻ 4K വീഴുന്നു. ഇവിടെ ഫണ്ണുണ്ട് കേട്ടോ, എനിക്കിഷ്ടായി. ഞാൻ വന്നില്ലടി. ഞങ്ങളിവിടെ എനിക്ക് ഇവിടുത്തെ വ്യൂ ഇഷ്ടപ്പെട്ടു. ഞാൻ ചിരിക്കുമ്പോ എന്റെ ഒരു പല്ലിന്റെ സൈഡ് യക്ഷിപ്പല്ല് പോലെ കാണും. ആ ഉണ്ട് അല്ലേ? നല്ല രസമുണ്ട് ഗൈസ് ഇവിടുത്തെ വ്യൂ. ഇഷ്ടായി എന്തായാലും. ഇത് ഞാൻ ഇടും കേട്ടോ. അങ്ങനത്തെ അല്ല, റിച്ച് എങ്ങനെയാണ് ഗൈസ്? അല്ല, ഇവിടെ വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ്. നീർക്കാക്ക മുങ്ങുന്നുണ്ട്. അതെന്ത് കാക്ക? നീർക്കാക്കേനെ കാണുന്നില്ല അവിടെ മരത്തേല്. ഞാൻ മരം കയറിയാലോ? മഞ്ജുവേട്ടന് ശേഷം റിച്ചയുടെ മരം കയറ്റം. മഞ്ജുവിന്റെ പെണ്ണ് അതാ മരം കയറുന്നു. മഞ്ജുവിന്റെ പെണ്ണിന്റെ വീക്ക്നെസ് ആണ് ഗൈസ് ഇതൊക്കെ. എടാ വ്യൂ ഇസ് റിയലി ഓൺ പോയിന്റ് മാൻ. റിച്ചൊരു നല്ല ഫോട്ടോഗ്രാഫർ ആണ് ഗൈസ്. ഇതാണ് കാട്ടുപോത്ത്. ആർക്കും അങ്ങനെ അറച്ച നിനക്കില്ലല്ലോ അതിന്. വെൽക്കം ബാക്ക്. മിണ്ടുന്നില്ല. പറ മോനെ. റിച്ചന്റെ പണ്ടത്തെ വലിയ ആഗ്രഹമായിരുന്നു സിന്ദൂരം ഇടണം എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ബെഗിര, ഇറ്റ്സ് ബദിര. അപ്പൊ നമ്മൾ ഊട്ടി ലേക്കിലാണ് ഇപ്പൊ വന്നത്. രാവിലെ തൊട്ട് നടക്കുകയാണ്. ഓരോ സ്പോട്ട് കഴിഞ്ഞ് ഓരോ സ്പോട്ടിലേക്ക് മാറി മാറി പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, വിശക്കുന്നുണ്ട് നന്നായിട്ട്. നമുക്ക് കുറെ ഷോപ്പ് ചെയ്തോ? കാവ്യ അങ്ങനെ ആക്ക്. നിങ്ങക്ക് വേണോ ഇത് റിച്ച? കാവ്യ ഇങ്ങോട്ട് വാ, റിച്ചയ്ക്ക് ഒന്ന് വെച്ചെടുക്കത്. ഇതിന്റെ പേരെന്താ? ഈ സാധനത്തിന്റെ പേരെന്താ അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും തലേന്ന് ഊരുന്നില്ല. കൊള്ളാം. ഊട്ടിയിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളിപ്പോ പാനിപൂരി കഴിക്കാൻ വന്നതാണ്. ഇവിടെ ഊട്ടി ലേക്കിലുള്ള ഒരു കെഫേ ആണത്. കൊള്ളാം, പ്രിറ്റി ഗുഡ് കെഫേ ഹിയർ. നല്ല വൃത്തിക്കാ ചെയ്തത്. ഞാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലതാ. പ്ലേറ്റ് വരെ തുടച്ചിട്ട് അയാളെടുത്ത് ആണ്. സോ ഗുഡ്. ഞാൻ ശരിക്കും ഒരു പാനിപൂരി ഫാനാണ്. ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം.
ഞങ്ങളിപ്പോൾ പോയ ഷോപ്പ് ഇസ് റിയലി നൈസ്. ഊട്ടിയിലേക്ക് വരുന്നവരൊക്കെ എന്തായാലും ആ കടയിൽ വന്നാൽ ഭയങ്കര നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കുക്കൊക്കെ ചെയ്യുന്നത്. സോ ഊട്ടിയിലേക്ക് വരുന്നവർ അവിടെ വരാം. റിയലി ഗുഡ്. ഗൈസ്, ഈ ബിസ്ലേരി ഒന്ന് നന്നായി നോക്കിക്കോ. ഇതിന്റെ ബാക്കിൽ ഒരു കഥയും കൂടെ ഉണ്ട്. എന്തോ അത് വാങ്ങാൻ നന്നായി നോക്കിക്കോട്ടോ, എനിക്ക് പേടിയായി കുപ്പി കാണുമ്പോ. ചെറിയ കാര്യങ്ങൾക്ക് ആർത്തി. ഗൈസ്, ബിസ്ലേരിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ റിച്ച വാങ്ങിയ ബിസ്ലേരിന്റെ കുപ്പിയില്ലേ, 2 ഗേൾസ് ഇങ്ങനെ നടന്നു പോയപ്പോ റിച്ച കുറെ നേരം കുപ്പിയിലേക്ക് നോക്കിയിരുന്നു, ലൈക്ക് ലിറ്ററലി നോക്കിയിരുന്നു. അപ്പൊ ഇവക്ക് അത് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം അത് വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ കഫേയിലേക്ക് കയറിയപ്പോൾ ഞങ്ങളെ ഫ്രണ്ടിൽ ഒരു 2 പേരുടെയും കുപ്പി താഴെ വീണ് പൊട്ടി. ഐ ആം ഇന്നസെന്റ്, ഞാനല്ല. റിച്ചന്റെ ഈവലൈസ് കാരണം ആ കുപ്പി പൊട്ടി. അതുകൊണ്ട് അങ്ങനെ റിച്ചയ്ക്ക് ആ കുപ്പി ഭയങ്കര പുതിയായിട്ട് ഇപ്പൊ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ കുപ്പിക്ക് എത്രയാന്ന് വെച്ചാൽ 90 റുപ്പീസ്. പക്ഷെ വാങ്ങി. കുപ്പിക്ക് എത്രയാന്ന് ഗസ് ചെയ്. 200 ഇല്ല, 50ന്റെ മേലെ, 100 താഴെ 90. എടാ, ഈ കുപ്പിന്റെ ബാക്കത്തെ സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കണോ? 2-3 പേര് ഈ കുപ്പി പിടിച്ച് നടക്കുമ്പോ റിച്ച് ഇങ്ങനെ ഉറ്റു നോക്കിട്ടോ ഞങ്ങളെ മുന്നിൽ വെച്ച ഓരോ കുപ്പി പൊട്ടി. സീരിയസ്ലി ഞാൻ എന്തോ പോലെ കാരണം ഞാൻ അങ്ങനെ ഈ കുപ്പി നോക്കി ഇത് എന്താ എന്നുള്ള നോക്കിയപ്പോ ആ പെണ്ണിന്റെ നമ്മുടെ മുന്നിൽ അമ്മ ചോദിക്കും പ്രാന്തായിരിക്കും. ദീപാന്റി മോള് വാങ്ങിയ കുപ്പി 90 രൂപ. അയ്യോ ഇത് കാശ് എങ്ങനെയല്ല അങ്ങനെ പോകും. കാട്ടാ No. Booty flower is too expensive. No, Only 20-30. also it is very pretty too. No, I don't like. And also lasting for 2 or 3 months. Seriously? Oh my god, that was a new information for me. Take it. Take that. Ooty flower. Do you want? Richa told me that she want Ooty flower. Why? Maybe She's fascinated towards 2 milliliter things like this. correct. Yeah. Where is our bias? Bias? Bus. Bus. That's a mistake. Guys, we are heading towards a bus. Yeah. Bus park ചെയ്തത് എവിടെയാന്ന് കാണുന്നില്ല ഗൈസ്. അങ്ങോട്ട് നോക്കൂ. കാണുന്നുണ്ട്, ഇപ്പൊ കാണാം. ഓ, ഇപ്പൊ തന്നെ വേറൊരു കർണാടക ബസ് വന്നിട്ട് ഇടിച്ചേനെ. അപ്പൊ നല്ലൊരു കണ്ടന്റ് എനിക്ക് കിട്ടിയേനെ. കാപ്പി കളർ ബസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുറെ കുതിരകളുടെ നടുവ് കൂടെ ഞാൻ പോയപ്പോ ഒരു കുതിരന്റെ ടെയില് വന്നെന്റെ വായയിലേക്ക് വായയിലേക്ക് വന്നിടിച്ച്. It just ruined my whole trip mood, man. I never expected that. അപ്പൊ ഈ മുബഷീർ പറയാ എന്റെ വായിൽ കുറെ ബാക്ടീരിയാസും കൂടി വന്നിട്ടുണ്ടാവും. അതും കൂടെ കേട്ടപ്പോ സന്തോഷായി. മുടി വളരും. ഇത് വെക്കാൻ പോയി. മുബഷീറിന്റെ ഇൻഫർമേഷൻ ആണ് കുതിരച്ചാണകത്തില് മുഖം വെച്ചാൽ മുടി വളരും. Wow. Shida is trying to Do that. put her face into that ചാണകം. ഇവിടെ കുറെ കുതിരകളുണ്ട് കേട്ടോ. Yeah. 2 കുതിരകൾ. ദിസ് ഇസ് കർണാടക ഗാർഡൻ. നല്ല വലിയ ഒരു ഏരിയ ആണിത്. എത്രയോ ഏക്കേഴ്സ് ഉണ്ട് എന്നാ പറഞ്ഞ. ഇവിടെ ഇങ്ങനെയാണ്. ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടായിട്ടോ.
സോ ദിസ് ഇസ് കർണാടകാസ് ഗാർഡൻ. മുബഷിർ എത്ര ഏക്കർ ഉണ്ടെന്നാ പറയുന്നത്? ഞാൻ പറയുന്നത് 200 ഇല്ല, അത് മസ്റ്റാ. ഈ കർണാടക ഗാർഡൻ ടോട്ടൽ 200 ഏക്കർ ഉണ്ടെന്ന് ചിലർ പറയുന്നു, പക്ഷെ 200 ഏക്കർ ഇല്ല എന്നും പറയുന്നുണ്ട്. ഭയങ്കര വലിയൊരു സ്ഥലമാണിത്. ആൻഡ് ഇറ്റ്സ് വെരി പ്രിറ്റി ടു. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി. ഏത് സ്ഥലത്ത് നമ്മൾ നിന്നാലും നമുക്കൊരു പിക്ചർ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ലൈക്ക് എവിടെ തിരിഞ്ഞാലും ഒരു നല്ലൊരു ആംബിയൻസ്, ലൈക്ക് ഒരു പിക്ചർ സ്പോട്ട്. നല്ല രസമുണ്ട് ആക്ച്വലി. ഏതോ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളെ വീഴുന്ന കണ്ടിട്ട്, ഏതോ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികള് ഉരുണ്ട് കളിക്കുന്ന കണ്ടിട്ട് ആനന്ദം കണ്ടെത്തുന്ന മാർബസിലിസിലെ BEd ടീച്ചർ ട്രെയിനീസ്. മെയിൻ ഇവളാ മുന്നിലിരിക്കുന്നോള്, റിച്ച റോസ്. ഓട്ടയും കൂടെ ആയതുകൊണ്ട് റിച്ചക്ക് ഉരുളാടോ, ഒരു ഉരുളുന്ന പോലെ വെള്ളാൻ പോവാ. എടാ ഒരു ഉരുളുന്ന നോക്ക്. വീണടാ. നമ്മള് ഊട്ടി മാർക്കറ്റ് കറങ്ങാണ്. എന്താ വേണ്ട ഇപ്പൊ? ബേബി ക്ലോത്ത്സ് ഇപ്പഴേ വാങ്ങാൻ പോവാ. എന്തിനാ? ബേബി ക്ലോത്ത്സ് വേണം നോക്ക്. ഇറ്റ്സ് നൈസ്. നോടാ, ഈ ഊട്ടി വർക്കിക്ക് ഭയങ്കര ടേസ്റ്റാ. ഊട്ടി അതെന്താ ഇതിന് ഊട്ടി വർക്കിന്ന് പേര് വരാൻ കാരണം? എന്താ इन्फ्लुएंसर है भैया, इन्फ्लुएंसर. ഹേ ഭയ്യ അല്ല, അണ്ണ. അണ്ണാ ഷോപ്പ് കാ നാം പേര് പേരെന്നാ? പേര് സൊല്ലുങ്ക. അമറൂട്ടി ഹോം ചോക്ലേറ്റ്. ഹായ് സലം. ഹായ് ഹായ്. ഓ മൈ ഗോഡ്. Nothing tension. കളിയാക്കുക, അവർക്ക് തമിഴ് അറിയാതെ. എനിക്ക് തമിഴ് നല്ലവേ. എന്നിട്ടാണല്ലോ സ്ക്രാച്ചസ് വരാതെന്ന് ചോദിച്ചത്. ബൈ. തമിഴ് തീരെ தெரியாது, എന്നാലുമേ ഓ சொல்லிடுவே. മുബഷിർ உங்களுக்கு തമിഴ് தெரியுமா? ഇല്ലാമേ, നല്ലാമേ தெரியாது. എന്നിട്ടാണല്ലോ അണ്ണൻ അങ്ക വിടവാങ്ക എന്ന് പറഞ്ഞിറങ്ങി. நெக்ஸ்ட் நாங்க பூ வாங்கறதுக்கு நடந்து கொள்ள நீங்கள் பாக்குங்க. 50 മഞ്ചമാ. 50 മഞ്ചപ്പ് നീ വാങ്ങാൻ പോവാ? എത്ര ദിവസം ഇരിക്കും? ഒരു കൊല്ലമാ? സീരിയസ്ലി? ആണോ? തണ്ണി പോട മാട്ടാ? നീങ്ക രണ്ടുപേരും ഒരു വീട്ടുകാ? വേറെ വേറെ ആൾക്കാരാ? ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ കോളേജ് ട്രിപ്പായിരുന്നു ഇത്, ടു ഊട്ടി ആൻഡ് കർണാടക. അപ്പോൾ ഇനിയും നമ്മൾ ട്രിപ്പൊക്കെ പോകും. നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കാണുക ആൻഡ് കമൻറ്റ് ഡൗൺ ബിലോ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ. Until then, bye.